അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് മദീനയിൽ നബി തങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ് കുബയിലാണ് കേട്ടോ. ഈ പള്ളിയുടെ പല വിശേഷങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നെങ്കിലും ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മസ്ജിദ് കുബയുടെ ഗേറ്റ് നമ്പർ 16-നും 17-നും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കിണറിൻ്റെ വിശേഷമാണ് കേട്ടോ. അതായത് ഈ പള്ളിയുടെ ബാക്ക് സൈഡാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്കൊരു കിണറിൻ്റെ അടയാളം കാണാം. അതായത് ഒരു പഴയ കിണറാണ്. ഇപ്പോൾ ആ കിണറില്ല, ആ കിണർ നിൽക്കുന്ന ഭാഗത്ത് അടയാളങ്ങളാണ് ആ കാണുന്ന വട്ടം. ഈ കിണറിൻ്റെ പേരാണ് ബീറുൽ അരീസ്. അതായത് മുത്തുനബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കൊടുത്ത് തങ്ങളിൽ നിന്ന് പിന്നീട് ഉമർ ഖത്താബിന് നൽകി. പിന്നീട് അത് ഉസ്മാനും അഫ്ഫാനും ലഭിച്ച ഒരു മോതിരം ഈ കിണറിലായിരുന്നു വീണു പോയിരുന്നത്. ഈ കിണറിലെ വെള്ളം അന്ന് മുഴുവൻ വറ്റിച്ചെങ്കിലും ആ മോതിരം എടുക്കാൻ ശ്രമിച്ചിട്ടോ. ആ ശ്രമം ഫലം കണ്ടില്ല. മോതിരം വീണുപോയ കിണറായതുകൊണ്ട് തന്നെ ബീറുൽ അരീസ് എന്ന ഈ കിണറിന് മോതിരക്കിണറിന് അർത്ഥം വരുന്ന ബീറുൽ ഹാത്തിമ് എന്നും പേര് പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ നബിതങ്ങൾക്കൊപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും കൂടെ ഉസ്മാൻ തങ്ങളും ഈ കിണറിന് അരികിൽ ഇങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് അള്ളാഹു നബിതങ്ങളിലൂടെ ഈ 3 പേർക്ക് സ്വർഗത്തിൻ്റെ സന്തോഷം അറിയിച്ചു കൊടുത്തു കേട്ടോ. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതായത് സ്വഹീഹുൽ ബുഖാരിയിൽ 3698 ഹദീസായിട്ടും മുസ്ലിമിൽ 2403 ഹദീസായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാം. നമ്മളൊരു ഫലകം കാണുന്നില്ല ഇവിടെ. ആ ഫലകത്തിൽ നമുക്ക് ഒരു കൃത്യമായൊരു ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതായത് 1996 ഫഹദ് രാജാവിൻ്റെ കാലത്ത് ഈ പള്ളിയുടെ പരിസരവും അതോടൊപ്പം തന്നെ പള്ളിയൊക്കെ നവീകരിച്ചതായിട്ടാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. മദീനയുടെ ചരിത്രവിശേഷങ്ങൾ മറ്റുള്ളവർക്ക് കാണാനും മനസ്സിലാക്കാനും പരമാവധി ഷെയർ ചെയ്യുമല്ലോ. പുണ്യമായ മദീനയിൽ എത്തിച്ചേരാനും മദീനയെ തൊട്ടറിയാനും എല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മദീനയുടെ പുതിയ വിശേഷങ്ങളുമായി പിന്നീട് വരാം.